എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ റെസിപ്പിയാണ്. പേര് ഹരിയാലി ചിക്കൻ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ഒരു കേരള മെത്തേഡിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ളതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ പറയല്ല, കാര്യത്തിലാണ് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ചട്നി പോലെ ഒരു തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു കപ്പ് പുതിനയും കപ്പ് മല്ലിയിലയും ഫ്രഷ് ആയിട്ടുള്ളത് നമ്മൾ എടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഒരു 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക. 5 or 6 നിങ്ങളുടെ ഒരു കണക്കിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഒരു കപ്പ് തൈരും ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതൊരു ഗ്രീൻ ചിക്കനാണ്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കും. ഇത് മാറ്റി വയ്ക്കുക. എപ്പോഴാണെന്ന് ഞാൻ പറയാം. ഇനി നമ്മളൊരു പാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ മാത്രം ചെയ്യാം, പക്ഷെ നെയ്യ് ചേർക്കുമ്പം ടേസ്റ്റാണ്. ഇനി ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു കഷ്ണം അല്ലെങ്കിൽ 2 കഷ്ണം പട്ടയും കുറച്ച് ഏലക്കായും ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ബേ ലീവ്സും ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 ചെറിയ സവാള. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. ഓവറായിട്ട് വഴയും വേണ്ട. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചിയുടെ ചതച്ചത്, അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകമല്ലേ, നല്ല ജീരകം കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് ചതച്ചെടുക്കുക. അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ ഇത് ചതക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് ചതക്കുക. മറക്കരുത് നല്ല ജീരകം. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിൽ ചേർക്കേണ്ടത് ചിക്കനാണ്. ഇതൊരു 1/2 കിലോ ചിക്കനാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കന് വേണ്ട ഉപ്പും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒന്നൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നേരം ഒന്നൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5-10 മിനിറ്റ് മതി. അതിലേക്ക് നല്ലോണം അതൊന്ന് യോജിച്ച് വരികയേ വേണ്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് അതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂണ്, അതുപോലെ ഗരം മസാല ഒരു 1/2 ടീസ്പൂണ്, അതുപോലെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ്. ഇത്രയാണ് മസാലപ്പൊടികൾ. ഇതും ഇതിലേക്ക് ചേർക്കുക. കിട്ടിയല്ലോ. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി. അത് നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഇല്ലേ, പുതിന മിക്സ്, അത് ഇതിലേക്ക് ചേർക്കുക. അതിപ്പോൾ ഇതിൻ്റെ കളർ നോക്കി നിങ്ങൾ നല്ല ഒരു ഗ്രീൻ കളറല്ലേ, നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി നമ്മളിത് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇനി ഈ ഒരു മസാല കുറുകി വരണം, നല്ല പോലെ അതിലേക്ക് കുറുകി യോജിച്ച് വരണം. അപ്പം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഈ ടൈമിൽ. കണ്ടില്ലേ, നല്ല പോലെ കുറുകി ആ മസാല നല്ല പോലെ അതിലേക്ക് പിടിച്ചു വരും. അപ്പം നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഡിഷാണ്. ചപ്പാത്തി, പത്തിരി, അപ്പം എല്ലാത്തിലേക്കും നമുക്കിത് പറ്റും. ചോറിൻ്റെ കൂടെ സൈഡായിട്ട് പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും വെറുതെ കണ്ടു പോവുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ, ഓൾ ഓപ്ഷൻ ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.